ദിവസങ്ങൾ നീണ്ട ശക്തമായ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന രാജിവെച്ചു. രാജിവെച്ചെന്ന് മാത്രമല്ല, രാജ്യം വിടേണ്ടിയും വന്നു. ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ് ഹസീനയും സഹോദരിയും. പാകിസ്ഥാനാണ് ബംഗ്ലാദേശിലെ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലെന്ന സംശയം തുടക്കം മുതൽ പലരും ഉയർത്തിയിരുന്നു. ഇപ്പോഴിതാ ഇക്കാര്യം ബംഗ്ലാദേശ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. 300-ലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ബംഗ്ലാദേശ് പ്രക്ഷോഭത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ ഇസ്ലാമി ഛാത്ര ശിബിർ ICS ആണെന്നാണ് ബംഗ്ലാദേശ് പറയുന്നത്. ഈ സംഘടനയ്ക്ക് ബംഗ്ലാദേശുമായി എന്താണ് ബന്ധം? പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ പിന്തുണ ICSനുണ്ടെന്നാണ് ആരോപണം. ഇസ്ലാമി ഛാത്ര ശിബിറിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ബംഗ്ലാദേശിലെ വിവിധ സർവകലാശാലകളിൽ പ്രവേശനം നേടിയിരുന്നു. കഴിഞ്ഞ 2 വർഷമായി ഇത് തുടരുകയാണ്. ഇവർ നിരന്തരം വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതാണ് പ്രക്ഷോഭത്തിലേക്ക് നയിച്ചതെന്നാണ് ബംഗ്ലാദേശ് അധികൃതർ പറയുന്നത്. ബംഗ്ലാദേശിലെ ധാക്ക സർവകലാശാല, ചിറ്റഗോങ് സർവകലാശാല, ജഹാംഗീർ സർവകലാശാല, സിൽഹെറ്റ് സർവകലാശാല, രാജ്ഷാഹി സർവകലാശാല എന്നിവയാണ് ഇസ്ലാമി ഛാത്ര ശിബിറിൻ്റെ പ്രധാന ശക്തി കേന്ദ്രങ്ങൾ. 3 വർഷമായി സർവകലാശാല തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥി സംഘടനകൾ ഇസ്ലാമി ഛാത്ര ശിബിറിൻ്റെ പിന്തുണയോടെയാണ് വിജയിച്ചത്. സർക്കാർ ജോലിക്കുള്ള വിവാദ കോട്ട സമ്പ്രദായത്തിനെതിരെ 2 മാസമായി തെരുവിൽ പ്രതിഷേധം അരങ്ങേറുന്നു. പ്രതിഷേധക്കാരിൽ സർവകലാശാല വിദ്യാർത്ഥികൾ മാത്രമാണുള്ളത്. ഇസ്ലാമി ഛാത്ര ശിബിറിന് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് മാത്രമല്ല, സംഘടനയുടെ നിരവധി കേഡർമാർ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെന്നും ബംഗ്ലാദേശ് അധികൃതർ വെളിപ്പെടുത്തുന്നു. വിദ്യാർത്ഥികളുടെ വ്യാജ DPകൾ ഉപയോഗിച്ചാണ് ISI അംഗങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ചേർന്നത്. വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ ഇവർ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചിരുന്നു. ഇസ്ലാമി ഛാത്ര ശിബിറിലെ വിദ്യാർത്ഥികൾ ISIയുടെ പിടിയിൽ പൂർണ്ണമായും കുടുങ്ങി. അതിനാൽ ഇനി സംഘടനയ്ക്ക് സ്വതന്ത്രമായി നിലനിൽക്കാനാവില്ലെന്നും ബംഗ്ലാദേശ് ആരോപിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗവും പ്രതിഷേധങ്ങളെ മുതലെടുക്കുന്നതായി സ്ഥാനമൊഴിഞ്ഞ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആരോപിച്ചിരുന്നു. ഇവർ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നതായും ഷെയ്ഖ് ഹസീന ആരോപിച്ചു. ഇതേ തുടർന്ന് കഴിഞ്ഞയാഴ്ച ഈ സംഘടനയെ സർക്കാർ നിരോധിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ മിക്കവർക്കും മുൻകാലങ്ങളിൽ ഇസ്ലാമി ഛാത്ര ശിബിറുമായി ബന്ധമുണ്ടായിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശ് ഭീകരവാദ സംഘടനയായ ജമാഅത്തുൽ മുജാഹിദീനിലെ അംഗങ്ങളെന്ന നിലയിലാണ് ഇവരെല്ലാം ഇസ്ലാമി ഛാത്ര ശിബിറുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നത്. ഈ വർഷം ശക്തി പ്രാപിച്ച ഇന്ത്യ ഔട്ട് പ്രചാരണത്തിന് പിന്നിലും ഇസ്ലാമി ഛാത്ര ശിബിറാണെന്നാണ് കരുതുന്നത്. ഇന്ത്യയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ഷെയ്ഖ് ഹസീന തുടർച്ചയായി 4ാം തവണയും അധികാരത്തിൽ തിരിച്ചെത്തിയതിനെ തുടർന്നാണ് ഇന്ത്യ ഔട്ട് പ്രചരണം ശക്തമായത്. ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്.